ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെടുന്ന എല്ലാവരും ഈ ഒരു 10 കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്നും പരിചയത്തിൽ നിന്നും ഹജ്ജിന് പോകുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ കാര്യം ആരോഗ്യപരമായിട്ടുള്ള മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കുക. ഒരുപാട് ഹാജിമാർക്ക് ഹജ്ജിന് പോകുന്നതിൻ്റെ മുൻപ് മരുന്ന് കൊടുത്തതിൻ്റെ അനുഭവത്തിലും ക്യാമ്പുകളിൽ പങ്കെടുത്തതിൻ്റെ അനുഭവത്തിലും ഹജ്ജിന് പോയ രോഗികൾ തിരിച്ചു വന്ന് അവരെ ചികിത്സിച്ചതിൻ്റെ അനുഭവത്തിലും അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള ഈ മുന്നറിയിപ്പുകൾ ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, നിങ്ങൾ ഹജ്ജിന് പോകുന്നതിൻ്റെ മുൻപ് നിങ്ങൾ ഇപ്പോൾ മരുന്ന് കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ എല്ലാ മരുന്നുകളും എഴുതി വാങ്ങിക്കുകയും നിങ്ങൾക്ക് ഒരു 5 മാസം 6 മാസം മുൻപ് ഉണ്ടായിരുന്ന രോഗങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് പണ്ട് മൂത്രക്കടച്ചിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പണ്ട് കിഡ്നിയുടെ സ്റ്റോണിൻ്റെ പെയിൻ ഉണ്ടായിരുന്നു, ഇപ്പം അത്രയില്ല, പണ്ട് പിത്താശയക്കല്ലിൻ്റെ രോഗം ഉണ്ടായിരുന്നു, അപ്പൻഡിസൈറ്റിസിൻ്റെ വേദന ഉണ്ടായിരുന്നു, ഇപ്പം അത്രയില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള ചുരുങ്ങിയ അളവിലുള്ള മരുന്നുകളെങ്കിലും വെക്കുകയും സ്ഥിരമായി രോഗിയാണ് എന്നുണ്ടെങ്കിൽ 2 മാസത്തിനെങ്കിലും ഉള്ള മരുന്നുകൾ വെക്കുകയും ചെയ്യാം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, യുദ്ധം കാരണമോ മറ്റെന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ യാത്ര നീളുകയാണെങ്കിൽ നമുക്ക് 1.5 മാസമേ ഹജ്ജുള്ളൂ എന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള മരുന്ന് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത്തരത്തിൽ മരുന്ന് കൊണ്ടുപോകുമ്പോൾ ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടാവണം. കാരണം കുറിപ്പടി, ബില്ല്, ഇത്ര ദിവസത്തിന് എഴുതിയത് എന്നുണ്ടാവണം. ചിലപ്പോൾ നിങ്ങൾ പഴയ ഒരു മാസത്തെ മരുന്ന് 1 മാസം മുമ്പ് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ അന്നത്തെ ഡേറ്റിലായിരിക്കും എഴുതിയിരിക്കുക 1 മാസത്തിന്. അത് വാലിഡ് ആവില്ല. കാരണം അന്ന് മുതൽ ഈ 1 മാസമാണ്. നിങ്ങൾ ചിലപ്പോൾ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് അന്നായിരിക്കും ഡോക്ടറെ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഡോക്ടറോട് ഡേറ്റ് നിങ്ങൾ ഇന്ന ഡേറ്റിന് പോകുന്നു, ഇന്ന ഡേറ്റ് വരെയാണ് എന്ന് പറഞ്ഞ് ആ ഡേറ്റ് സൂചിപ്പിച്ച് മരുന്നുകൾ അടക്കം വാങ്ങി വെക്കുക. ഈ മരുന്നുകൾ നിങ്ങളിപ്പോൾ ഭാര്യയും ഭർത്താവും പോവുകയാണെങ്കിൽ ഒരു പക്ഷേ 2 റൂമിൽ താമസം സാഹചര്യം വരുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കുക, മരുന്നെല്ലാം ഒരു പാക്കിലാക്കിയിട്ട് ഭർത്താവിൻ്റെ കയ്യിൽ വെച്ചാൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും തലമിന്നൽ വന്നാൽ ഉപയോഗിക്കാൻ പ്രയാസങ്ങളാകും. അതുകൊണ്ട് അവർ ആ രൂപത്തിൽ തന്നെ മരുന്ന് വേറെ വേറെ ആക്കിയിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. നാലാമത്തത്, ആ മരുന്നുകൾ നിരോധിച്ചതല്ല എന്നും അവിടെ ഉപയോഗിക്കാൻ അനുവാദമുള്ളത് കൊണ്ടുപോവാൻ അനുവാദമുള്ളതാണ് എന്നും ഉറപ്പ് വരുത്തുക. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന ആൾക്കാണ് പ്രയാസം വരിക എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡോക്ടറോട് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത് കൊണ്ടുവരാൻ. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഷുഗർ ഉള്ള ആളാണ്, അതിന് പെട്ടെന്ന് ഷുഗർ കുറയുന്ന ആളാണെങ്കിൽ മധുരമുള്ള പെട്ടെന്ന് ഷുഗർ വീണ്ടെടുക്കാനുള്ള ഗ്ലൂക്കോസ് പൊടി പോലുള്ള ചോക്ലേറ്റ് പോലുള്ള സംഗതികളൊക്കെ പോക്കറ്റിൽ ഇട്ട് വെക്കുക. നിങ്ങൾ എയർപോർട്ടിൽ പോയി ചിലപ്പോൾ എയർപോർട്ടിൽ വിമാനം അനിശ്ചിതമായി വൈകിയേക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണം വരുമ്പോൾ ബാഗ് തപ്പി അതിൽ നിന്ന് സാധനം എടുക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. പോക്കറ്റിൽ നിന്ന് ഒരു മധുരം എടുത്തിട്ട് കഴിച്ച് ഷുഗർ വേഗത്തിൽ പൊന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കയ്യിൽ വെക്കുന്ന ആ സംഗതി എപ്പോഴും നിങ്ങളെടുത്ത് ഉണ്ടാവുക. ഇനി മൂന്നാമത് പറയാനുള്ള സംഗതി, നന്നായിട്ട് വെള്ളം കുടിക്കുക. പലരും രോഗിയാവുന്നത് അവിടുത്തെ ചൂട് കാരണമാണ്. പക്ഷേ ഈ വെള്ളം കൂടി അവർക്ക് രോഗത്തിന് പ്രതിരോധ ശക്തി കൊടുത്ത് അസുഖം മാറാൻ സഹായകരായിരിക്കും. നാലാമത് പറയാനുള്ളത് തണുപ്പ്. നിങ്ങൾ പോകുന്നത് ചൂട് നാടിലേക്കാണ്. അവിടെ പക്ഷേ ചൂടാണെങ്കിലും ഫുള്ള് ശീതീകരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ തണുപ്പ് തട്ടുമ്പോഴാണ് പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തണുപ്പ് പ്രതിരോധിക്കാനായിട്ടുള്ള സ്വെറ്ററോ തൊപ്പിയോ ഒക്കെ വേണമെങ്കിൽ അത് കരുതാം. കാരണം റൂമിൽ എല്ലാവരും എ സി ഇട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം എ സി പറ്റാത്ത അവസ്ഥ ഉണ്ടായാൽ, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നല്ല തണുപ്പുള്ള വണ്ടിയിലാണ് പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ, വയസ്സായ ആളുകൾക്ക് ഞാൻ കണ്ടെടുത്തോളം തണുപ്പ് തട്ടിയാലാണ് ശ്വാസം മുട്ട്, കഫക്കെട്ട്, അലർജി പോലുള്ള സംഗതികൾ വരുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമത്തത്, ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ റോട്ടിൽ നിന്ന് റൂമിലേക്ക് വരുമ്പോൾ ഒറ്റയടിക്ക് തണുപ്പിലേക്ക് ഓടിക്കയറരുത്. ആ എ സി ഇല്ലാത്ത സ്ഥലത്ത്, എന്നാൽ കൊടും ചൂടില്ലാത്ത സ്ഥലത്ത് കുറച്ച് നേരം നിന്ന് ശരീരത്തെ ചൂടിൽ നിന്ന് ഒന്ന് ലെവലാക്കിയിട്ട് തണുപ്പിലേക്ക് കയറുക. തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ. റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഹറമിൽ നിന്ന് ഒന്നിച്ച് ചൂടിലേക്ക് ഒരൊറ്റയടിക്ക് ഇറങ്ങുന്നതിന് പകരം റൂമിലൊക്കെ ആകുമ്പോൾ ലോബികളിലും മറ്റുമൊക്കെ എ സി ഇല്ലാത്ത, അല്ലെങ്കിൽ എ സി ഉണ്ടെങ്കിലും വലിയ തണുപ്പില്ലാത്ത സ്ഥലം ഉണ്ടാവും. അവിടുന്ന് കുറച്ച് ചൂടുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഒട്ടുമിക്ക ആളുകൾക്കും ഉറക്കം കിട്ടാത്തതിൻ്റെ പേരിലാണ് രോഗികളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ ബാക്കിയുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. നമ്മൾ റൂമിൽ വന്നിട്ട് വൈഫൈ എടുത്തിട്ട് ഇങ്ങനെ ഫോണിലും വാട്സാപ്പിലും സംസാരിക്കുമ്പോൾ മറ്റുള്ളവൻ്റെ ഉറക്കം പോയാൽ അവർക്ക് വയസ്സായ ആളുകളായിരിക്കും.
പിറ്റേ ദിവസം ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് മനസ്സിലാക്കുക. ബാക്കിയുള്ളവരുടെ പ്രൈവസി കൂടെ ബഹുമാനിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ഏട്ടനും അഞ്ജനും എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന പോലെ റൂമിലുള്ള എല്ലാവരുടെയും ടർക്കിയും കർച്ചീഫും ഉപയോഗിക്കാൻ നിൽക്കരുത്. അതൊക്കെ നമ്മൾ ഒന്നിച്ച് തന്നെയല്ലേ, ശരിയാണ്, സഹോദരന്മാരാണ്, ഒക്കെ ഓക്കെ. പക്ഷെ നിങ്ങൾ ഇത്രയും ചൂടുള്ള, ഇത്രയും ജീവിതം വേറൊരു സ്ഥലത്തേക്ക് ലൈഫ് സ്റ്റൈൽ മാറി ബയോളജിക്കൽ ക്ലോക്കൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ 4 പേര് ഒരു ടർക്കി ഉപയോഗിക്കുന്ന പോലെയല്ല ഇത്രയും ചൂടുള്ള ഒരു സാഹചര്യത്തിൽ. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും രോഗം വന്നിക്കും, അത് നിങ്ങൾക്ക് പകരും. നിങ്ങൾ ഇത്രയും ദൂരത്ത് വന്ന് ഇബാദത്ത് എടുക്കുന്നത് ചിലപ്പോൾ പ്രയാസമാവാൻ അത് മതിയാവും. അപ്പം നിങ്ങളുടെ സോക്സ്, തോർത്ത്, സാധനങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉപയോഗിക്കുക. വൃത്തിയാക്കിയിട്ട് കൊണ്ട് നടക്കുക. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അവിടെ ഇവിടെ ഇട്ട് അതിൽ രോഗാണുക്കൾ വന്ന് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായി റൂമിലുള്ളവർക്ക് രോഗം ഉണ്ടാവാതിരിക്കാനൊക്കെ നിങ്ങൾ വേണം മുൻകരുതലുകൾ എടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ശുചിത്വവും സാമൂഹ്യ ശുചിത്വവും റൂമിലുള്ള ശുചിത്വവും പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ ശോധന പലർക്കും പ്രശ്നമാണ്. പലർക്കും യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കാൻ അറിയില്ല, ആദ്യമായിട്ടായിരിക്കും അത് ഉപയോഗിക്കുന്നത്. അത്തരം കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം ബാത്റൂമിൽ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് പറ്റുന്ന അബദ്ധമുണ്ട്. ഒന്നിച്ച് പോയി അങ്ങ് തുറക്കും, പെരും ചൂടായിരിക്കും. അതല്ലെങ്കിൽ ഒന്നിച്ച് നിങ്ങൾ കഴുകുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് വെള്ളം അടിക്കും, അവിടെ പൊള്ളാൻ വരെ അത് കാരണമാകും. അത്തരം സംഗതികൾ ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിന് വേണ്ട മുൻകരുതലുകളോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ നിങ്ങൾ കുടിക്കാനുള്ള വെള്ളം അത് ചൂടുള്ളതും തണുപ്പുള്ളതും എല്ലാം വേറെ വേറെ അവിടെ അവൈലബിൾ ആയിരിക്കും. അത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇപ്രാവശ്യം ഞാൻ മനസ്സിലാക്കിയത് ഭക്ഷണം അവിടെ പാകം ചെയ്യാൻ ചിലപ്പോൾ അനുവാദം ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ പണ്ടൊക്കെ നമുക്കൊരു കഞ്ഞി ഉണ്ടാക്കിയാൽ എല്ലാ പ്രശ്നവും തീരുമായിരുന്നു. ഇപ്പോൾ അതിനുള്ളൊരു അവസരം ഇല്ലാത്തത് കൊണ്ട് അവിൽ, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, തമറ് ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് കരുതി വെക്കുക. കാരണം ഒരു യാത്ര നിങ്ങളിപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ മിനയിൽ ടെൻറ്റിൽ നിൽക്കുകയാണെന്ന് കരുതുക. നിങ്ങളെ വാഹനം വൈകി എന്ന് കരുതുക, അല്ലെങ്കിൽ ബ്ലോക്കായി എന്ന് കരുതുക, അല്ലെങ്കിൽ കൂടെയുള്ള ഒരാളെ കാണാനില്ല, അവരെ ബാക്കിയുള്ളവർ തിരഞ്ഞു പോയിരിക്കുകയാണ് കരുതുക. നിങ്ങൾ വൈകും. നിങ്ങൾക്ക് ഭക്ഷണം വിശന്നാൽ ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇബാദത്ത് ചെയ്ത് വരാൻ കഴിയും. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പരമാവധി വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. ഞങ്ങളെയും അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. ഈ വിഷയത്തിൽ അവിടെ എത്തണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് എത്താൻ അവസരം കിട്ടാത്ത, ഏറ്റവും അവസാനം 2-ാം തീയതിക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അതിലാണ് യുദ്ധം വന്ന്, 28-ാം തീയതി യുദ്ധം വന്ന് 4 ദിവസം മുൻപ് ആ അവസരം നഷ്ടപ്പെട്ട ഒരാളാണ്. ഉംറയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൂടെ അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞ പോലെ വളരെ പോകുന്നവരെ സന്തോഷത്തോട് കൂടിയിട്ട് യാത്ര അയക്കുകയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകണം. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങൾക്കുമുണ്ട്. നല്ല രൂപത്തിൽ ആരോഗ്യപരമായിട്ട് ഈ യാത്ര ചെയ്ത് വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.